ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 5 ബെഡ്റൂം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പം പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളും പ്രോപ്പർട്ടിയിലെ റൂംസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ്. അപ്പോൾ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് ബെഡ്റൂം വരുന്നത്. വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ, റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല കൂൾ ആംബിയൻസ് ആണ് കേട്ടോ. അതായത് നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആണ്. നമുക്ക് എ സിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ റൂഫൊക്കെ ആണെങ്കിലും നല്ല ഹൈ റൂഫാണ്. അത്യാവശ്യം നല്ല വുഡിൻ്റെ ഇതൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബെഡൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡാണ്. റൂം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരു ഏരിയ ഉണ്ട് റൂമിൽ. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാഡ്രോബ് കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ക്ലോത്ത്സ് ബാഡ്രോബ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് പിന്നെ ഒരു LED ടിവിയും കൂടെ ഉണ്ട് കേട്ടോ. LED ടിവിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ബാത്റൂമിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂം നല്ല സ്പേഷ്യസ് വാഷ്റൂമാണ്. സെപ്പറേറ്റ് ബാത്ത് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ്, നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഹൈലൈറ്റ് ഏരിയ അവിടുത്തെ ബാൽക്കണി ഏരിയ ആണ്. അപ്പം ഇതാണ് ബാൽക്കണി വരുന്നത്. ഇവിടുത്തെ വ്യൂ പറയാതിരിക്കാൻ വയ്യട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. കാരണം ഫുള്ള് ഫോറസ്റ്റ് ആംബിയൻസ് വ്യൂ. താഴെ ഫുൾ കോഫി പ്ലാന്റേഷൻ, അത് കഴിഞ്ഞ് ഫുൾ അങ്ങോട്ട് ഹിൽ ഏരിയ ഒക്കെയാണ്. അപ്പം നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മുടെ ക്യാമറയിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അപ്പം നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് ടീ കോഫിയൊക്കെ കുടിച്ച് നല്ലൊരു സമയം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു. അതായത് ഇവിടുത്തെ 5 ബെഡ്റൂമും ഒരേ കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പം ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡൗൺ സൈഡിൽ താഴെ ഭാഗത്തായിട്ട് 2 ബെഡ്റൂംസ് കൂടെ ഉണ്ട്. അപ്പോൾ ആ ബെഡ്റൂംസ് ഒക്കെ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നോക്കാം. താഴേക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് ഒരു കുരുമുളകിൻ്റെ ഒരു ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അവർ അതുപോലെ തന്നെ ഒരു നശിപ്പിച്ച് കളയാണ്ട് നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല പക്ക ഒരു നാച്ചുറൽ പ്രോപ്പർട്ടിയാണ്. ഫുള്ള് ചുറ്റും കോഫി പ്ലാന്റേഷനൊക്കെ ആയിട്ട് നല്ല കൂൾ ആംബിയൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഒക്കെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഇതാണ് ഇവിടുത്തെ ബെഡ് സ്പേസ് ഒക്കെ വരുന്നത്. ഇത് ഇവിടുത്തെ ബാത്റൂം ഒക്കെ നമുക്ക് ക്ലോത്ത്സ് ഒക്കെ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു LED TV കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വാഷ്റൂം വരുന്നത്. വാഷ്റൂം ഒക്കെ നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട്. ഇപ്പോൾ ബാൽക്കണീൻ്റെ വ്യൂ പറഞ്ഞാൽ ഈ റൂമിൻ്റെ നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണീൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ കോഫി പ്ലാന്റേഷനിലേക്കാണ് ബാൽക്കണി വ്യൂ വരുന്നത്. ഫുള്ള് കോഫി പ്ലാന്റേഷൻ്റെ ആ ഒരു പൂക്കളൊക്കെ ഇങ്ങനെ ആ വൈറ്റ് പൂക്കളൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ നല്ല ഹിൽ വ്യൂ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഇനി നമ്മൾ പോകുന്നത് ഈ ഡൗൺ സൈഡിൽ തന്നെയുള്ള ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നമ്മളിപ്പോൾ അവിടെ കണ്ട പോലെ തന്നെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ നല്ല ഫോൾഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാത്റൂം കാര്യങ്ങൾ, പിന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് LED TV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂമിലും അതുപോലെ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ക നാച്ചുറൽ വ്യൂ ആണ്. ചുറ്റും കോഫി പ്ലാന്റേഷനൊക്കെ ആയിട്ട് നല്ല സ്മെല്ല്, അതുപോലെ നല്ല ഒരു സൈലന്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടും. നല്ലൊരു പ്രൈവസി ഏരിയ ആണ്.
മെയിനായിട്ട് ബാച്ചിലേഴ്സ് ഒക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുമ്പോൾ അവരെപ്പോഴും മസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചാണ്. അപ്പോൾ നല്ലൊരു പൂള് ഇവിടെയുണ്ട്. പൂളൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള പൂളാണ്. പിന്നെ സെപ്പറേറ്റ് ഒരു കിഡ്സ് പൂളും ഉണ്ട്. അപ്പോൾ നമുക്ക് പൂളിൽ തന്നെ നല്ലൊരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ ഒരു കോഫി പ്ലാന്റേഷന്റെ ഉള്ളിലാണ് ഈ പൂള് വരുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് സ്വിമ്മിംഗ് പൂള് വേണം. അതുകൊണ്ട് അവർക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പൂളാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്ലൈഡറും ഊഞ്ഞാലും ഒരു സീസോയും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ നന്നായി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഓപ്പൺ കിച്ചൺ ആണ്. അതായത് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് ബാർബിക്യോ എന്തെങ്കിലും വലിയ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. അവിടെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ക്യാരംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഏരിയ ആണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഏരിയ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ. അതായത് ഇവിടെ താഴേക്ക് നോക്കുവാണെങ്കിൽ നല്ല വ്യൂ. അപ്പോൾ ഇവിടെ ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് എന്തായാലും ഒരു ടീ കോഫിയൊക്കെ കുടിക്കാനൊക്കെ നല്ല പറ്റിയ ആംബിയൻസ് ഉള്ള ഏരിയ കേട്ടോ. നല്ലൊരു സൈലന്റ് ഏരിയ. നമ്മൾ ആദ്യം ഒരു ഓപ്പൺ കിച്ചൺ കണ്ടു. ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലുള്ള ഒരു കിച്ചൺ ആണ്. അപ്പോൾ കിച്ചണിൽ നല്ലൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. പിന്നെ വാഷിംഗ് ഏരിയ, പിന്നെ ഇവിടെ ഒരു ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയ കിച്ചൺ ഉണ്ട്, ഒരു സ്മോൾ കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്യാസ്, അതുപോലെ തന്നെ ബാക്കി പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ നല്ലൊരു പ്രൈവസി, നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നല്ല ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മെയിനായിട്ട് ബാച്ചിലേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലേ കൂടുതലായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി അന്വേഷിക്കുന്നത്. അപ്പം ബാച്ചിലേഴ്സിന് കൂടുതലായിട്ടായിരിക്കും ഇതെനിക്ക് തോന്നുന്നു. ബാച്ചിലേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, ഫാമിലിയും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺ.